തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഏരിയ. തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് തിയറീസ്, അതായത് ട്രഡീഷണൽ തിയറീസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അതിൽ മാസ്ലോൻ്റെ തിയറി ആണെങ്കിലും മാക്ഗ്രിഗേഴ്സിൻ്റെ തിയറി ആൻഡ് മക്ലെലൻസിൻ്റെ തിയറി ഒക്കെ, അതിൽ നമ്മൾ കുറച്ച് തിയറീസൊക്കെ നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിലത്തെ എവിഡൻസിൻ്റെ അല്ലെങ്കിൽ ലാക്ക് ഓഫ് എവിഡൻസ് എന്നുള്ളൊരു റീസൺ കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കണ്ടംപററി തിയറീസും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ എവിഡൻസിന് സ്ട്രെങ്തൻ കൊടുത്തുകൊണ്ടുള്ള തിയറീസാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് തിയറി ഗോൾ സെറ്റിംഗ് തിയറിയാണ്. ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുമ്പം അവിടെ പറയുന്നത് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സെൽഫ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന മോട്ടിവേഷനോട് കൂടെ നടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് അത് കുറച്ചും കൂടെ മോട്ടിവേറ്റിംഗ് ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലോക്ക് ആൻഡ് ലാഥമാണ്. ജോൺ ലോക്കാണിത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1990s. ഇവിടെ എന്താണ്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ചാലഞ്ചിങ്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് എയ്ഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്ക് പ്ലേസ് പെർഫോമൻസ്. അത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താ, എവറി ആക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ എ ഗോൾ. നമ്മളുടെ ഗോൾ എത്രത്തോളം ചാലഞ്ചിങ് ആണോ അപ്പോൾ അത്രത്തോളം നമ്മളുടെ വർക്ക് ലെവൽ അല്ലെങ്കിൽ പെർഫോമൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എംപ്ലോയീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു എംപ്ലോയീസിന് ആ ഒരു ഫേം ഗോൾസിനോടുള്ള അല്ലെങ്കിൽ ഫേമിലുള്ള പെർഫോമൻസിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു തിയറീൻ്റെ ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവർ 4 കോമ്പോണൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്, അതായത് 4 കാര്യങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്നാമത്തേത് ഗോൾ ആക്സെപ്റ്റൻസ് ആണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് ഗോളായിരിക്കണം. അതായത് എംപ്ലോയീസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാലഞ്ചിങ് ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് നമ്മളുടെ കപ്പാസിറ്റിക്കും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇമ്പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആക്സെപ്റ്റബിൾ ആയിട്ട് മാറില്ല എംപ്ലോയീസിന്. സോ എംപ്ലോയീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതും എന്നാൽ ചാലഞ്ചിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള ജോലികളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത് എഫക്റ്റീവ് ഗോൾസ് ആർ ടു ബി ആക്സെപ്റ്റഡ് ബൈ ദ എംപ്ലോയീസ്. ഗോൾസ് എഫക്റ്റീവ് ആയാലും മാത്രമേ അത് എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദെൻ സ്പെസിഫിസിറ്റിയാണ്, അതായത് സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ എന്താണോ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് അത് ക്ലിയർ ആൻഡ് മെഷറബിൾ ക്വാണ്ടിറ്റേറ്റീവ് ടാർഗറ്റ് ആയിരിക്കണം. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇത്ര സെയിൽസ് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത്രയും നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് ആണെന്നുള്ളത് നമുക്ക് ക്വാണ്ടിഫയബിൾ രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ദെൻ ചാലഞ്ചിങ് ആയിരിക്കണം. എന്താ പറയുന്നത്, നമ്മൾ ചാലഞ്ചിങ് ജോബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചാലഞ്ചിങ് ജോബ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൾട്ട് അറ്റ് ദ സെയിം ടൈം ഇമ്പോസിബിൾ ആവുകയും ചെയ്യരുത്. അങ്ങനത്തെ രീതിയിലുള്ള ജോലികൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ആ ഒരു പെർഫോമൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റൻസിറ്റി കൂടും. ഡിലിജൻസ് ഓഫ് വർക്ക്, ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കീനായിട്ടായിരിക്കും നമ്മളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടും, നമ്മളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ കൂടും. ആ ഒരു രീതിയിലുള്ള മോട്ടിവേഷനാണ് ചാലഞ്ചിങ് ഗോൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഫീഡ്ബാക്കാണ്. നമ്മളിപ്പം എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ തിരിച്ചതിനുള്ള റിപ്ലൈ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എഫക്റ്റീവ് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് വാട്ട് ബിഹേവിയേഴ്സ് ആർ അപ്രോപ്രിയേറ്റ് ഓർ നെസസറി ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നിങ്ങൾ ഇന്നത് ചെയ്യണം, അത് ചെയ്യേണ്ട രീതി എന്താണ്, അത് എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീരണം, ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഗോൾ സെറ്റിംഗ് തിയറി. ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക, അതുവഴി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തത് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം അത് പറയുന്നത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്കത് കുറച്ചും കൂടെ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് BF സ്കിന്നറാണ്. ഇവിടെ പറയുന്നത് എന്താ, ബിഹേവിയർ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് ഔട്ട്കംസ് ഓർ കോൺസിക്വൻസസ്. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു
സ്പെസിഫിക് ബിഹേവിയർ നമ്മൾ ചെയ്യുമ്പോൾ അതിന് എന്ത് ഔട്ട്കമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അപ്രൈസ് ചെയ്യുന്ന ഒരു മാനേജേഴ്സ് ആണെങ്കിൽ, ഒരു മാനേജ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതല്ല അതിന് ശ്രദ്ധിക്കാത്തൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് അത്ര കോൺസെൻട്രേഷൻ കൊടുക്കില്ല, നമ്മൾ അത്രത്തോളം നല്ല പെർഫോം ചെയ്യൂല. അപ്പം നമ്മളുടെ കോൺസിക്വൻസ് അല്ലെങ്കിൽ ഔട്ട്കം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ബിഹേവിയർ എന്നാണ് B.F. സ്കിന്നർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഔട്ട്കംസ് ഓഫ് ബിഹേവിയർ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്യും, ചിലപ്പം ഭയങ്കര നെഗറ്റീവായിരിക്കും ചെയ്യുന്നത്. വിൽ ഐദർ റീഇൻഫോഴ്സ് ഓർ മോഡിഫൈ ഓൺ ഗോയിങ് ബിഹേവിയർ. ഇത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ഔട്ട്കം കിട്ടുന്നത് അതിനനുസരിച്ചാണ് പിന്നെയും നമ്മളത് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ല രീതിക്ക് നമുക്ക് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യും നമ്മളുടെ ബിഹേവിയർ. അതല്ല നെഗറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യൂല. ഓക്കെ, ദ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഈസ് ഡൺ ബൈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇവിടെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ കോൺസിക്വൻസ് ആണ്. കോൺസിക്വൻസസ് എങ്ങനെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഓരോ കോൺസിക്വൻസ് വരുമ്പോഴും അതിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിക്കും, ലേൺ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ ലേൺ ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവിയർ മോൾഡ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലൂടെയാണ് നടക്കുന്നത്. നമ്മളുടെ കോൺസിക്വൻസസ് എങ്ങനെയൊക്കെയാണോ നമുക്ക് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 രീതിയിലാണ് നമുക്ക് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് പോസിബിൾ ആകുന്നത്. ഒന്നാമത്തത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒരു ബിഹേവിയർ നമുക്ക് ഏതെങ്കിലും ഒരു താല്പര്യമുള്ള രീതിയിലുള്ള കോൺസിക്വൻസസ് കിട്ടുന്ന സമയത്ത് കൂടുകയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ആവുകയാണ്. ഇൻക്രീസ് എ ബിഹേവിയർ ബൈ ആഡിങ് എ ഡിസൈറബിൾ കോൺസിക്വൻസ്. നമ്മൾ നല്ല ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് നമ്മളെ അപ്രൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നല്ല റെക്കഗ്നീഷൻ കിട്ടുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അത് നമ്മുടെ പെർഫോമൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കോൺസിക്വൻസാണ് ഉണ്ടാകുന്നത്, അതുവഴി നമ്മുടെ ബിഹേവിയറും കൂടുകയാണ് ചെയ്യുന്നത്. ഇതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സാലറി അല്ലെങ്കിൽ ബോണസ് കിട്ടുക. ഓക്കെ, ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എക്സാമ്പിളാണ്. അതേസമയം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്, ഇൻക്രീസസ് എ ബിഹേവിയർ ബൈ റിമൂവിങ് എൻ അൺഡിസൈറബിൾ കോൺസിക്വൻസ്. നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അൺഡിസൈറബിളായിട്ടുള്ള ഒരു കോൺസിക്വൻസാണ് നമുക്ക് മുന്നിലുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബിഹേവിയർ കൂടുകയാണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ആ ടേം നെഗറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്, ഇതിനൊരു നെഗറ്റീവ് മീനിങ് അല്ല വരുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ലേറ്റായിട്ട് മാത്രമാണ് ഇറങ്ങാൻ കഴിയുന്നത്. ഓക്കെ, നോർമൽ വർക്കിംഗ് ഹവേഴ്സ് 5 o'clock ആണ് നമ്മൾ ഇന്ന് ലീവ് ചെയ്യേണ്ട നോർമൽ ടൈം. പക്ഷെ നമ്മൾ ഇന്നും ജോലി തീരാത്തത് കൊണ്ട് ഒരു 7 മണിക്കാവുന്ന സമയത്താണ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 7 o'clock പോകുന്നതെങ്കിൽ അത് നമുക്കൊരു അൺഡിസൈറബിൾ കോൺസിക്വൻസ് ആണ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ഔട്ട്കം ആണ് നമ്മൾ ലേറ്റായിട്ട് പോകുക എന്നുള്ളത്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളോട് പറയാണ് ജോലി തീർന്നിട്ടില്ലെങ്കിലും 5 മണിക്ക് തന്നെ പോവാം. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് കുറച്ചും കൂടെ നേരത്തെ ജോലി ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഒരു ജോലി നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഈ രീതിയിൽ അൺഡിസൈറബിൾ കോൺസിക്വൻസിനെ ഒഴിവാക്കി നമ്മളുടെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പണിഷ്മെൻറ്റ്സ് ആണ്. പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിക്രീസസ് എ ബിഹേവിയർ ബൈ ആഡിങ് ആൻ അൺഡിസൈറബിൾ കോൺസിക്വൻസ്. നമ്മൾ എന്താണ് ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ പെർഫോമൻസ് ബാഡായിട്ടാണ് ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് കുറച്ച് പണിഷ്മെൻറ്റ് തരികയാണ്, നിങ്ങൾക്ക് സസ്പെൻഷൻ തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ഒരു മാസത്തേത് കട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. ഇത് കൊടുക്കുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കുന്നതിനുമാണ്, ഡിക്രീസ് ചെയ്യുന്നതിനുമാണ്. ദെൻ എക്സ്റ്റിങ്ഷൻ ആണ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പം
നമ്മളുടെ ബിഹേവിയർ ഡിക്രീസ് ചെയ്യുകയാണ് ബൈ റിമൂവിങ് എ റീഇൻഫോഴ്സർ. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കിട്ടാതെയാവുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ജോലി ചെയ്യാതെയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി എല്ലാ വർക്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ രീതിയിലുള്ള അപ്രിസിയേഷനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം നമ്മൾ പെർഫോം ചെയ്തിട്ടും ആ അപ്രിസിയേഷൻ കിട്ടാതെ ആകുമ്പം നമ്മളുടെ എല്ലാ എൻകറേജ്മെൻറ്റും അവിടെ പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നില്ല. സോ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ട്കം അല്ലെങ്കിൽ കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഈ 4 രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് പോസിബിളാണ്. ദെൻ നെക്സ്റ്റ് വൺ റൂംസ് എക്സ്പെക്റ്റൻസി തിയറിയാണ്. റൂംസ് എക്സ്പെക്റ്റൻസി തിയറി ലാസ്റ്റ് വൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റൂമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വിക്ടർ ഹാരോൾഡ് റൂമാണ് ഡെവലപ്പ് ചെയ്തത് 1964. നമ്മൾ പാത്ത് ഗോൾ ലീഡർഷിപ്പിൽ പറഞ്ഞതുപോലെ എക്സ്പെക്റ്റൻസി വാലൻസീൻ്റെ ബേസിൽ തന്നെയാണ് ഇവിടെയും എക്സ്പ്ലനേഷൻസ് വരുന്നത്. ഇപ്പം കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടാണ് ഇതിൻ്റെ അസംഷൻസ് വരുന്നത്. ഇപ്പോൾ എന്താ നോക്കുക, ഇവിടെ നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള നമ്മളുടെ ഔട്ട്കത്തിനും അതുപോലെ ആ ഔട്ട്കത്തിനോടുള്ള നമ്മളുടെ എക്സ്പെക്റ്റൻസിനെയും ബേസ് ചെയ്തിട്ടിരിക്കും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ മോട്ടിവേറ്റഡ് ബൈ ദ ബിലീഫ് their effort will lead to performance which will lead to desired rewards. ഇൻഡിവിജ്വൽസ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അവരെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഡിസൈഡ് റിവാർഡ്സ് കിട്ടും. ഈ ഒരു അസംഷൻസിൽ എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കുന്നതിനെയാണ് റൂംസ് എക്സ്പെക്റ്റൻസി തിയറി ആ ഒരു കോൺസെപ്റ്റാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മളുടെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിവാർഡ് അത് ഇമ്പ്രൂവ് ചെയ്യും. ഇതാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്ന 3 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വാലൻസ് ആണ്. വാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡിനോടുള്ള നമ്മളുടെ എക്സ്പെക്റ്റൻസിയാണ്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ ഒരു സാലറിയിലൊരു ഹൈക്കാണ് നമുക്ക് തരാൻ പോകുന്നത്. നമ്മളുടെ റിവാർഡ് എന്ന് പറയുന്നത് നമുക്കൊരു സാലറിയിൽ പെട്ടെന്നൊരു ഹൈക്ക് വരാൻ പോവുകയാണ്. ഈ ഹൈക്ക് കിട്ടാൻ ഉള്ള നമ്മളുടെ എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള നമുക്ക് എത്രത്തോളം പൈസക്ക് ആവശ്യമുണ്ട്, ആ പൈസക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ സാലറിയിൽ ഹൈക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ചിലർക്ക് സോഷ്യൽ നീഡ്സ് ആയിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുകയായിരിക്കും വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് റിവാർഡാണോ കിട്ടാൻ പോകുന്നത് ആ റിവാർഡിനോടുള്ള നമ്മളുടെ പ്രിഫറൻസിനെയാണ് വാലൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പ്രിഫറൻസ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കോമ്പണൻറ്റ് എക്സ്പെക്റ്റൻസി ആണ്. എക്സ്പെക്റ്റൻസി എന്താണ്? ദ ബിലീഫ് ദാറ്റ് ദ പേഴ്സൺസ് എഫേർട്ട് വിൽ ലീഡ് ടു എ ഡിസൈർഡ് പെർഫോമൻസ് ഓർ റിസൾട്ട്. എന്താ പറയുന്നത്, ഒരാളുടെ പേഴ്സൺസിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ പെർഫോമൻസിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മളുടെ ഡിസൈർഡ് പെർഫോമൻസിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള ബിലീഫിനെയാണ് എക്സ്പെക്റ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും എന്നുള്ളത് നമ്മളുടെ എക്സ്പെക്റ്റൻസിയാണ്. നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ളതിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് എക്സ്പെക്റ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആണ്. ദ ബിലീഫ് ദാറ്റ് എ പെർട്ടിക്കുലർ പെർഫോമൻസ് ലെവൽ വിൽ ലീഡ് ടു എ സ്പെസിഫിക് ഔട്ട്കം ഓർ റിവാർഡ്. നമ്മൾ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഔട്ട്കം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി ഒരു ദിവസം ഉണ്ടാക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്, സ്പെസിഫിക് ആണ്. ഇതിനാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്നും കൂടെ മിക്സായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മൂന്നിൻ്റെയും കൂടെ പ്രൊഡക്റ്റാണ് ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അയാൾക്ക് വാലൻസും വേണം, അതായത് അയാളുടെ ഔട്ട്കത്തിനോടുള്ള അയാളുടെ ഇമ്പോർട്ടൻസും അയാളുടെ പെർഫോമൻസ് എത്രത്തോളം കൂടുന്നുള്ളതിനോടുള്ള അയാളുടെ എഫേർട്ടും ആൻഡ് സ്പെസിഫിക് പെർഫോമൻസ് ലെവൽ കൂട്ടുന്നതിനോട് അല്ലെങ്കിൽ കൂടുന്നതിനനുസരിച്ച് അയാളുടെ സ്പെസിഫിക് ഔട്ട്കം അല്ലെങ്കിൽ റിവാർഡ് കൂട്ടുന്ന അയാളുടെ ബിലീഫ്. ഇത് മൂന്നുള്ള ഒരാൾക്കാണ് അയാളുടെ ബിഹേവിയർ എത്രത്തോളം ഇമ്പ്രൂവ് ആകും ഇല്ല എന്നൊക്കെ ഉള്ളത് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്.
Okay, motivation is the product of these three factors, and if any one of them is zero, motivation will be zero as well. ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് എത്രത്തോളം കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഔട്ട്കം കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ബിഹേവിയർ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് മൂന്നാണ് നമുക്ക് കണ്ടംപററി തിയറീസിൽ പഠിക്കാനുള്ളത്. ഇനി മെത്തേഡ്സ് ഓഫ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് എന്ന് പറയുമ്പം സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ്. റിവാർഡ് എന്ന് പറയുമ്പോൾ മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ആയിരിക്കാം. നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കൊരു റെക്കഗ്നിഷൻ എന്നുള്ള രീതിയിൽ എംപ്ലോയീസിന് മാനേജ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് റിവാർഡ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സാലറി എല്ലാ കാര്യങ്ങളും റിവാർഡാണ്. അതേസമയം ഇൻസെൻറ്റീവും ഇത് തന്നെയാണ്. പക്ഷേ ഇൻസെൻറ്റീവ് നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ റെക്കഗ്നിഷനായിട്ടല്ല തരുന്നത്, നമുക്ക് ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനായിട്ടാണ് ഇൻസെൻറ്റീവ് തരുന്നത്. രണ്ടും തരുന്ന സാധനങ്ങൾ സെയിമാണ്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ രണ്ടിൻ്റെയും പർപ്പസിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻസെൻറ്റീവ്സ് തന്നെ രണ്ട് രീതിയിലുണ്ടാകാം. മോണിറ്ററി ഇൻസെൻറ്റീവ്സ് നമുക്ക് മോണിറ്ററി ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ടാകാം, ഓർ നോൺ മോണിറ്ററി ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ടാക്കാം. നമുക്ക് സാലറി, ബോണസ്, പിന്നെ ഷെയറിങ്, പ്രോഫിറ്റ് ഷെയറിങ്, ദെൻ അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ്, കമ്മീഷൻ, ഇതൊക്കെ മോണിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ, നോൺ മോണിറ്ററി ആയിട്ട് നമുക്ക് നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ സജഷൻ സ്കീംസ് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് തരിക, റെക്കഗ്നിഷൻ തരിക, ഇതൊക്കെ നോൺ മോണിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ്സാണ്. നമ്മുടെ പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇതൊന്നും അല്ലാതെ, റിവാർഡും ഇൻസെൻറ്റീവ്സും അല്ലാതെ പിന്നെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാം മാനേജേഴ്സിന്? ചാലഞ്ചിങ് ജോബ്സ് കൊടുക്കാം, യൂസ് മെറിറ്റ് പേ, അതായത് നമ്മളുടെ പെർഫോമൻസിൻ്റെ ബേസിസിൽ നമുക്ക് സാലറി ഫിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് നന്നായിട്ട് സാലറി കിട്ടും. ദെൻ യൂസിങ് സ്പോട്ട് അവാർഡ്സ്, ഒരു പ്രത്യേക ഒരു കോൺടെസ്റ്റ് വെച്ച് അതിൽ വിൻ ചെയ്യുന്നവർക്ക്, അതായത് ഏതെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്, ആ ഡിസിഷൻ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്ക് സ്പോട്ടായിട്ട് തന്നെ അവാർഡ്സ്, ചെറിയ ചെറിയ അവാർഡ്സ് ആണെങ്കിലും അത് മോട്ടിവേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ദെൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കുന്ന, അതായത് അപ്രൈസൽ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ, ഇതൊക്കെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ദെൻ ഡെലിഗേറ്റിംഗ് അതോറിറ്റീസ്, എംപ്ലോയീസിന് ഡിസിഷൻസ് എടുക്കാനും ജോലി ചെയ്യാനൊക്കെ ഉള്ള കംപ്ലീറ്റ് ഓട്ടോണമി ആൻഡ് ഫ്രീഡം കൊടുക്കുക, അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുക. ദെൻ ജോബ് റീഡിസൈൻ, ഒരു ജോബിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ജോബ് ഡിസൈനിങ് എന്നാണ് പറയുന്നത്. സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു വലിയ ജോബ് തീരണമെങ്കിൽ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ ഓരോ ജോലിയും അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആൾക്ക് അതിൽ സ്പെഷ്യലൈസ്ഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെ നമുക്ക് ജോബ് റീഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഗോൾ സെറ്റിംഗ് മെത്തേഡ്സ് ആണ്. നേരത്തെ ഗോൾ സെറ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക, അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ടെക്നിക്സുകളാണ്, മെത്തേഡ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കണ്ടംപററി തിയറീസും അതുപോലെ മോട്ടിവേഷനുള്ള ടെക്നിക്സുകളുമാണ്.